ഈ കുമിളകൾ കണ്ടോ? അതായത് ഒന്നുമില്ല, വാട്ടർ ലീക്കേജ് ആണ് കേട്ടോ. വാട്ടർ ലീക്കേജ് ആണ്, ഇത്രയ്ക്കും വാട്ടർ ലീക്കേജ് ഉണ്ട്. ഈ വാട്ടർ ലീക്കേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നോക്കുക, ഡിസ്ട്രിക്റ്റ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ തൊട്ട് മുന്നിലാണ്. വേറെ ഒരു സംഭവം കൂടി ഉള്ളത്, ഇത് ഇങ്ങോട്ട് നോക്കിക്കോളൂ, എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജിയുടെ വിജിലൻസ് കാര്യാലയമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നോക്കിക്കോളൂ, നമ്മൾ ഓൾറെഡി, അതായത് ഇവിടെ മൊത്തം തെറ്റി താറുമാറായിട്ട് കെടുക്കുകയാണ്. അതായത് 40,553 രൂപയോളം ഫൈൻ അടയ്ക്കാനുള്ള ഈ വണ്ടി, ഫൈൻ അടച്ചാൽ മാത്രമേ, നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ ഫൈൻ അടച്ചാൽ മാത്രമേ നിരത്തിലോടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി അവർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആ ലേബൽ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഇത് കെടുക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടൂറിസം വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, അതായത് നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. കറക്റ്റായിട്ട് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ല, കാര്യങ്ങളില്ല. നമ്മൾ MVDയിലേക്ക് റിപ്പോർട്ട് ചെയ്തു, ഒരു രീതിയിലുള്ള റെസ്പോൺസും ഇല്ല. ഫിറ്റ്നസ് എക്സ്പയർഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ 2 വാഹനങ്ങളും ഇവർക്ക് പുതുക്കിയിട്ടും നൽകിയിട്ടില്ല. അതേപോലെ തന്നെ ഫിറ്റ്നസ് എക്സ്പയർഡ് ആവാതെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റും കാര്യങ്ങളും കാലാവധി പുതുക്കാതെ 40,553 രൂപയോളം ഫൈൻ അടയ്ക്കാതെ നിരത്തിലോടിയാൽ ഫൈൻ, അതായത് നിരത്തിൽ ഓടണമെങ്കിൽ താങ്കൾ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ലേബൽ അടക്കം എടുത്ത് മാറ്റി ഇവിടെ നിൽക്കുന്നു. അതേപോലെ തന്നെ ഇത്രയും ഗവൺമെൻറ് ഓഫീസേഴ്സും കാര്യങ്ങളും പോകുന്ന ഈ വഴിയിൽ നോക്കൂട്ടോ, എവിടെയാണെന്ന് നോക്കൂ. വാട്ടർ ലീക്കേജ് ആയിട്ട് 15 ദിവസം വാട്ടർ ലീക്കേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിച്ചില്ല. വാട്ടർ അതോറിറ്റിയിൽ 1916 വിളിച്ച് നമ്മൾ പരാതി കൊടുത്തു. താലൂക്ക് ഓഫീസിൻ്റെ ഒക്കെ മുന്നിലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നിലനിൽക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുള്ളത്. ആ നിയമ സംവിധാനങ്ങൾ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസ് പാലിക്കാതിരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഇവരൊക്കെ തമ്പ്രാക്കന്മാരാണോ? എന്താ പറയുക, പണ്ടത്തെ ആ സിസ്റ്റമാണോ എന്ന് ചോദിച്ചോട്ടെ. ബൈ.